ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ലേഖന ഭാഗത്തില് പൗലോസിലെ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ എഫേസോസുകാരോട് പൗലോസിലെ പറയുകയാണ്, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും നിങ്ങൾ അന്യോന്യം സ്നേഹത്തിൽ വേരുപാകി അടിയുറക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എഫേസോസിലുള്ള സഭയിലെ അംഗങ്ങൾ തമ്മിൽ സ്നേഹത്തില് നല്ല ഒരു ബന്ധം ഉണ്ടായിരിക്കണമെന്ന് പൗലോസിലെ ആഗ്രഹിക്കുകയാണ്. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ക്രിസ്തു അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് വഴിയാണ് അവർക്ക് പരസ്പരം സ്നേഹത്തില് വേരുപാകി അടിയുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. സുവിശേഷത്തിൽ ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഈശോ പറയുകയാണ്, അങ്ങ് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം ഈശോയ്ക്ക് നൽകിയ അതേ സ്നേഹം അതേ അളവില് ഈ ശിഷ്യന്മാരിലും ഉണ്ടാകുന്നതിന് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു, അല്ലെ? അതായത് ശിഷ്യന്മാർ തമ്മില് നല്ലൊരു സ്നേഹബന്ധത്തിലായിരിക്കാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഈശോ തന്റെ ശിഷ്യന്മാർ തമ്മിൽ സ്നേഹത്തിലായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസിലെ തന്റെ എഫേസോസിലുള്ള സഭ, ഒരു തരത്തിൽ പറഞ്ഞാൽ പൗലോസിന്റെ ശിഷ്യന്മാർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്, അവർ തമ്മിൽ സ്നേഹത്തിലായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ രണ്ട് വായനകളും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം തമ്മിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. തമ്മിൽ സ്നേഹത്തിലായിരിക്കുക. ഇത് തന്നെയാണ് ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വഴി നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയുമെന്ന് പറയുകയാണ്. ഇന്നത്തെ വചനങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം ഇതിനുകൂടി ഒന്ന് കൂട്ടാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്